ഇന്നത്തെ ടിപ്പ് ഓഫ് ദ വീക്ക് നമുക്ക് കണ്ടാലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാബ്രിക് കെയറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വാഷ് കെയറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ വീക്കിലും ഓരോ ടിപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അടുത്ത ദിവസം എന്ത് ടിപ്പാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഐഡിയാസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉത്തരമായിട്ടാണെങ്കിലും എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ച് വെച്ചേക്കുന്നത് വാഷ് കെയറിനെ കുറിച്ച്. ഓരോ ഫാബ്രിക്കിനും ഓരോരോ രീതിയിലാണ് നമ്മൾ കെയർ ചെയ്യേണ്ടതും വാഷ് ചെയ്യേണ്ടതും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിലെന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ പോലെ നമുക്ക് ഇത് പോകാം കേട്ടോ. എല്ലാ സൺഡേസുമാണ് നമ്മുടെ ടിപ്പ് ഓഫ് ദ വീക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫാബ്രിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടസറിനെ കുറിച്ച് പറയാം. പ്യുവർ ടസർ. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടസർ പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്സ് എല്ലാം തന്നെ പ്യുവർ ടസർ, പ്യുവർ ജോർജറ്റ് അങ്ങനത്തെ ഫാബ്രിക്കുകളെല്ലാം തന്നെ നല്ല കെയർ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. സെമി വരുമ്പോൾ നമുക്ക് അത്രയും കെയറിങ് ആവശ്യമില്ല. പക്ഷേ പ്യുവറായിട്ടുള്ള എല്ലാ ഫാബ്രിക്കുകളും നമുക്ക് ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. അല്ലാത്തത് നല്ല കെയർ ചെയ്ത് കളർ ഗാർഡൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിൽ നല്ല കെയർ ചെയ്തിട്ട് തന്നെ ഹാൻഡ് വാഷ് ചെയ്യുക. ഒരിക്കലും മെഷീൻ വാഷ് ചെയ്യരുത്. ഇങ്ങനത്തെ ഫാബ്രിക് ഉണ്ട്. പ്യുവർ ടസറൊക്കെ വരുമ്പോൾ അത് നമ്മൾ വാഷ് കെയർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ റേറ്റും എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവായിട്ടുള്ള സെറ്റുകൾ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അതിന് ഡാമേജും അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ടസറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രൈ വാഷ് മാക്സിമം ചെയ്യുക. ഞാൻ എൻ്റെ ഡ്രസ്സ് ടസർ പോലും വീട്ടിൽ വാഷ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ വാഷ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടാണ് കളർ ഗാർഡ് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഡിറ്റർജൻറ്റ് മുക്കി വെക്കാറില്ല. നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് പെട്ടെന്നാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് തിരിച്ചിടുക. എപ്പോഴും നമ്മൾ ഡ്രസ്സ് ഉണക്കാനിടുമ്പോൾ നല്ല വെയിലത്ത് ഇടുകയേ ചെയ്യരുത്. ഷെയ്ഡിലിടുക. ഡ്രസ്സ് എപ്പോഴും തിരിച്ചിട്ട് ഉണക്കുക, അല്ലെങ്കിൽ ഫെയ്ഡ് ആവാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. വെയിലത്തിടുകയേ ചെയ്യരുത് കേട്ടോ. ഷെയ്ഡിൽ തന്നെ ഉണക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ടൈറ്റ് ഫിറ്റിൽ ടസർ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. ടസറിൽ ടൈറ്റ് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പിഞ്ചി പോകാൻ സാധ്യതയുണ്ട്. ബാക്കിൽ ടക്കും അങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ ലൂസ് ഫിറ്റിൽ തന്നെ വേണം ടസർ സ്റ്റിച്ച് ചെയ്യാൻ. ഫുൾ ലൈനിങ് ഇട്ടിട്ട് ചെയ്യുക. സ്ലീവിലും ബോഡി പോർഷനിലും ഒക്കെ ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും ഒരു 1/2 ഇഞ്ച് ലൂസ് ഇട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ. ടസർ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ടസറിൻ്റെ കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്യുവർ ടസറിൻ്റെ കാര്യം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നത്തെ കാര്യം ലിനൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലിനൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. ഇതിൻ്റെ ഓരോ ഫാബ്രിക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ ചെറിയ 2-3 എണ്ണത്തിന് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. അത് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ലിനൻ്റെ കേസിൽ ലിനൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഭയങ്കര തിന്നാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ സെറ്റ് എപ്പോഴും 2x1 ലൈനിങ് ഇടുക. സ്ലീവ്സിൽ ലൈനിങ് വെക്കാതെ ചെയ്യരുത്. ലൈനിങ് ഇട്ടിട്ട് തന്നെ യൂസ് ചെയ്യുക. ടൈറ്റ് ഫിറ്റിൽ ചെയ്യാൻ പാടില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈറ്റ് ഫിറ്റിൽ തയ്ക്കാൻ പാടില്ല. വാഷ് കെയർ പറയാനാണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാവുന്ന റേറ്റാണ് ലിനൻ. അത് നമുക്ക് കെയർ ചെയ്ത് കളർ ഗാർഡ് യൂസ് ചെയ്യുക. നോർമൽ വാഷ് ചെയ്യുക. തിരിച്ചിട്ട് ഉണക്കുക. അങ്ങനെ 2x1 ലൈനിങ് തന്നെ യൂസ് ചെയ്യണം. ഇതിന് നല്ല ലൈനിങ്ങും യൂസ് ചെയ്യണം കേട്ടോ. ലൈനിങ്ങിൻ്റെയും പ്രത്യേകത നമുക്കിട്ട് ലൈനിങ് കളറുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സോഫ്റ്റ് ഫിനിഷ് ആയിട്ടുള്ളതിന് കോട്ടൺസിനൊക്കെ നമുക്ക് നോർമൽ ലൈനിങ് ഇടാം. ഇതിനൊക്കെ 2x1 ലൈനിങ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഈ ഒരു ഫാബ്രിക് ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ ക്രേപ്പ് അല്ലെങ്കിൽ ക്രേപ്പ് ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ലൂസ് ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ഷ്രിങ്കിങ് വരും. കാരണം ഇത് കണ്ടോ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ ചെറിയൊരു ഷ്രിങ്കിങ് ഇതിന് വരും. പക്ഷേ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റായിരിക്കും. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ലൈനിങ്ങും ഇടുമ്പോഴത്തേക്കും ഒത്തിരി താഴെ വരെ ഇടാതെ. കാരണം ഇത് ഷ്രിങ്കാകുമ്പോൾ ചെറുതായിട്ട് മുകളിലേക്ക് ഇത് കയറും. അപ്പോൾ നമ്മൾ മാക്സിമം ലെങ്ത്തിൽ ചെയ്യുക. ലൈനിങ് ഒത്തിരി താത്തി ഇടാതെ ഒരു ഇച്ചിരി കയറ്റിയിട്ട് തന്നെ നമ്മൾ നോർമലി 1 ഇഞ്ച് ഇടുന്നെങ്കിൽ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ലൈനിങ് ഇടുക. ലൂസ് ഫിറ്റിൽ തയ്ക്കുക. ഇതിൻ്റെ ബോട്ടം എപ്പോഴും കണ്ടോ ഇങ്ങനത്തെ ബോട്ടംസാണ് വരുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടൈറ്റ് ഫിറ്റ് സ്ട്രെയിറ്റ് പാൻ്റൊക്കെ തയ്ക്കുകയാണെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് തന്നെ ചെയ്യുക.
ചെയ്യുക. ഒരു ഹാഫ് പലാസോ സെമി പലാസോ ഒക്കെ ആയിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കും. നന്നായിട്ട് ആ ഒരു ഫ്ലോയിൽ കിടക്കും. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന ലൈനിങ് എന്ന് പറഞ്ഞാൽ ബട്ടർ ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോട്ടൺസ് യൂസ് ചെയ്യാം. ഞാൻ നോർമലി കോട്ടൺസ് ആണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഫാബ്രിക്കിനും ഞാൻ കോട്ടൺസ് ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. 2x1 ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബട്ടർ ക്രേപ്പ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഫ്ലോയി ആയിരിക്കും, ആ ഒരു ഒഴുക്കിൽ അത് കിടന്നോളൂ, അത് നല്ലതാണ്. പിന്നെ ഇതുപോലെ തന്നെ വരുന്ന നമ്മുടെ പ്യുവർ ജോർജറ്റിൽ വരുന്ന ഡബിൾ ഷീറ്റഡ് നമ്മൾ ചെയ്യാറില്ല എപ്പോഴും. ഈ ഒരു ഫാബ്രിക്കും കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. ലൈനിങ് കോട്ടൺ ഓർ ബട്ടർ ക്രേപ്പ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വാഷ് കെയർ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വീട്ടിൽ വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. മെഷീൻ വാഷ് അല്ല ഞാൻ പറയുന്നത്, വീട്ടിൽ വാഷ് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുക്കുക, അല്ലാതെ ഒത്തിരി ഡിറ്റർജൻറ്റിൽ മുക്കി വെച്ചിട്ടൊന്നും കഴുകാതിരിക്കുക. കാരണം നമ്മൾ അങ്ങനെ അത്രയും അഴുക്കുണ്ടാവില്ലല്ലോ. പെട്ടെന്ന് വാഷ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. തിരിച്ചിട്ട് ഉണക്കുക, ഷെയ്ഡിലിടുക, ഇതങ്ങനെ കേട്ടോ. പിന്നെ ഇതുപോലെ സൂപ്പർ നെറ്റിൻ്റെ കേസിലും നോർമൽ വാഷ് തന്നെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് വീട്ടിൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ലൈനിങ് യൂസ് ചെയ്യുക, സ്ലീവിലും ലൈനിങ് യൂസ് ചെയ്യുക. സൂപ്പർ നെറ്റിൽ ചിലർക്ക് മാത്രം ഒരു ആം ഹോളിൽ സ്വെറ്റിങ്ങുമായിട്ട് ചിലർക്ക് മാച്ച് ആവാതെ വരും, ചിലർക്ക് പ്രോബ്ലം ഉണ്ടാവാറുണ്ട് സൂപ്പർ നെറ്റിൽ, ചിലർക്ക് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ആം പാഡ് ഇടുന്നതും നല്ലതായിരിക്കും. ബ്ലൗസസിലൊക്കെ നമ്മൾ പ്യുവർ കാഞ്ചീപുരം അല്ലെങ്കിൽ സിൽക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലൗസിൽ ആം പാഡ് യൂസ് ചെയ്തിട്ട് ഇടുന്നതും നല്ലതായിരിക്കും. ആം പാഡ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കെയറും അങ്ങനെ തന്നെയാണ്. നല്ല ലൈനിങ് യൂസ് ചെയ്യാം. പിന്നെ പ്യുവർ കോട്ടണിൽ എപ്പോഴും നമുക്ക് ലൈനിങ് ഇടണ്ടാത്ത ഫാബ്രിക്കും ഉണ്ട്, ഇട്ട് തയ്ക്കേണ്ട ഫാബ്രിക്കും ഉണ്ട്. ലൈനിങ് ഇടേണ്ട ഫാബ്രിക്കിൽ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് യൂസ് ചെയ്തിട്ട് തയ്ച്ചാൽ മതി. കാരണം കോട്ടണിൽ നമുക്ക് അത്ര പ്രോബ്ലം വരാറില്ല, നോർമൽ വാഷ് ചെയ്യാവുന്ന ഫാബ്രിക് ആയിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻഡിഗോ ഷെയ്ഡ് അത് ഞാൻ എടുത്തിട്ടില്ല ആക്ച്വലി. ഇൻഡിഗോ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ കളർ എന്തായാലും ബ്ലീഡ് ആവും കേട്ടോ. ഇൻഡിഗോ ഇപ്പോൾ സിൽക്ക് ആണെങ്കിലും പ്യുവർ ആണെങ്കിലും എന്തിൽ വന്നാലും, ചന്ദേരി സിൽക്കിൽ വരാറില്ല, മഹേശ്വരി സിൽക്കിലും ഒന്നും കളർ ഇളകാറില്ല. ചിലതിൽ മാത്രം കോട്ടൺസിലൊക്കെ വരുമ്പോൾ ഇൻഡിഗോ എന്തായാലും കളർ ഇളകും. ഫസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് ആ കളർ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും ബ്ലീഡ് ആവില്ല കേട്ടോ. കണ്ടിന്യൂ നമുക്ക് പിന്നെ നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട്, ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. നമുക്ക് അതിനനുസരിച്ച് അടുത്ത ഡിസ്കഷൻസ് വെക്കാം, അടുത്ത ടിപ്സ് വെക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ വിത്ത് നെക്സ്റ്റ് ടിപ്പ് ഓഫ് ദ വീക്ക്. താങ്ക് യു.